നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മണ്ഡലപൂജയുടെ ഭക്തി സായുജ്യത്തിലാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധി ഇപ്പോൾ. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നതാണ് മണ്ഡലപൂജ. ഘോഷയാത്രയായി കൊണ്ടുവരുന്ന തങ്ക അങ്കി ഭക്തലക്ഷങ്ങളെ സാക്ഷി നിർത്തി ശ്രീ ധർമ്മശാസ്താവിന് ചാർത്തുന്നു. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സമർപ്പിച്ചതാണ് തങ്ക അങ്കി. രാത്രി 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനം സമാപിക്കും. ഇനി മകരവിളക്കിനായി നട തുറക്കും. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് മണ്ഡലകാല വ്രതം. വ്രതങ്ങളെല്ലാം പുണ്യമാണ്. ഒരു ദിവസവും ഒരാഴ്ചയും അനുഷ്ഠിക്കുന്ന വ്രതമുണ്ട്. ദേവതാ സങ്കല്പം അനുസരിച്ചാണ് ആ വ്രതങ്ങളെല്ലാം. എന്നാൽ ശബരിമലയിലാകട്ടെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. ശരീരം, മനസ്സ്, വാക്ക് എന്നീ 3 കരണങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കേണ്ടതാണ് വ്രതങ്ങൾ. ശരീരം കൊണ്ട് ചെയ്യുന്നതാകട്ടെ ഉപവാസം, ക്ഷേത്ര ദർശനം എന്നിവയാണ്. ജപം, ഭജന, ഭഗവത് സങ്കീർത്തനം എല്ലാം വാക്കുകൊണ്ടുള്ള വ്രതമാണ്. ഭക്തൻ സമ്പൂർണമായി ഈശ്വരന് സമർപ്പിക്കുന്നതാണ് മനസ്സുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനം. ഇവ 3 ചേർന്നാലേ വ്രതം പൂർണ്ണമാകൂ എന്നാണ് അഗ്നിപുരാണത്തിൽ പറയുന്നത്. 41 ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിനും പ്രത്യേകതയുണ്ട്. ഒരു വ്യക്തിക്ക് സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി വരുന്നത് 41 മുതൽ 45 ദിവസം വരെയാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വ്രതം അനുഷ്ഠിച്ചു പോകുമ്പോൾ അത് സ്വഭാവമായി തീരും. പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. 41 ദിവസത്തെ ശബരിമലയിലെ വ്രതം കൊണ്ട് ഭക്തന് ലഭിക്കുന്നത് ആത്മീയമായ ഉന്നതിയാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. അർദ്ധമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃ സുഖലേശ സത്യം. അർദ്ധമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃ സുഖലേശ സത്യം. പുത്രാദപി ധനഭാജാം ഭീതിഃ പുത്രാദപി ധനഭാജാം ഭീതിഃ സർവത്രൈഷാ വിഹിതാ രീതിഃ സർവത്രൈഷാ വിഹിതാ രീതിഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ധനസമ്പാദനം മാത്രം ലക്ഷ്യമായി കാണുന്നവർ
പലവിധ അരുതാത്ത കർമ്മങ്ങളും ആചരിക്കുകയും ഒടുവിൽ ഖേദിക്കേണ്ടി വരികയും ചെയ്യും. അതാണ് അർത്ഥം അനർത്ഥമാണെന്ന് സദാ വിചാരിക്കുവാൻ ഉപദേശിക്കുന്നത്. അർത്ഥം എന്നത് പരമപുരുഷാർത്ഥമല്ലെന്ന് സദാ ചിന്തിക്കുവാൻ ഉപദേശിക്കുന്ന ഭജഗോവിന്ദത്തിലെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഭജഗോവിന്ദത്തിൽ ദ്വാദശ മഞ്ജരികയിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം. നിജകർമ്മോപാത്തം വിത്തം, സ്വന്തം പണി എടുത്ത് നേടുന്ന പണം. നിജകർമ്മം, സ്വന്തം കർമ്മം. സ്വന്തം കർമ്മത്തിലൂടെ ഉപാത്തമാകുന്ന വന്നു ചേരുന്ന ധനം. ആ പണം കൊണ്ട്, ആ ധനം കൊണ്ട്, ആ വിത്തം കൊണ്ട് വിനോദയ ചിത്തം, മനസ്സിനെ സന്തോഷിപ്പിച്ചാലും. സന്തോഷമായി ജീവിക്കണം. സന്തോഷമായി ജീവിക്കാൻ ധനം ആവശ്യമാണ്. ആ ധനം സ്വകർമ്മം ചെയ്ത് നേടുന്ന ധനം. ആ ധനം കൊണ്ട് നീ സന്തോഷമായി കഴിഞ്ഞാലും, സദ്ബുദ്ധിയെ ചെയ്താലും, മനസ്സിൽ വിതൃഷ്ണയെ ചെയ്താലും. വിതൃഷ്ണ എന്ന് പറഞ്ഞാൽ തൃഷ്ണ ഒഴിഞ്ഞ അവസ്ഥയാണ്. തൃഷ്ണ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്. വേണം 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 എന്നുള്ള അത്യാഗ്രഹം. ആ അത്യാഗ്രഹം വിവേകം ഒഴിഞ്ഞ അവസ്ഥയാണ് വിതൃഷ്ണ. ജോലി ചെയ്യാനാണ് എനിക്ക് അധികാരം. ഞാൻ ചെയ്യുന്ന കർമ്മത്തിനനുസൃതമായി ഫലം വന്നു ചേരും. ഫലത്തിൽ എനിക്ക് നേരിട്ട് അധികാരമില്ല. നന്നായി ജോലി ചെയ്തോ നന്നായി ഫലം ലഭിക്കും. ഫലത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നോ ജോലി ഉണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു ജീവിത വീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൽ വിതൃഷ്ണയെ വളർത്തി ശ്രേഷ്ഠമായ ബുദ്ധിയെ സമാഹരിച്ച് സ്വന്തം ജോലി ചെയ്ത് എന്ത് ധനമാണോ വരുന്നത് അതുകൊണ്ട് നീ സന്തോഷത്തോടു കൂടി കഴിയൂ. ഈ ഒരു ജീവിത വീക്ഷണമാണ് ഇവിടെ ഉപദേശിക്കപ്പെടുന്നത്. വിശേഷിച്ചും ആദ്യ ഭാഗത്ത് ധനാഗമതൃഷ്ണയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ധനാഗമതൃഷ്ണ ഉപേക്ഷിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെ ജീവിക്കും? ധനം വേണ്ടേ? ആ ചോദ്യത്തിന് മറുപടിയാണ് യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന് പറഞ്ഞത്. സൂക്ഷ്മമായി വിചാരം ചെയ്യുക. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. മൂന്നാം ശ്ലോകം. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃ സുഖലേശഃ സത്യം പുത്രാദഭിധനഭാജാം ഭീതിഃ സർവത്രൈഷാ വിഹിതാരീതിഃ. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃ സുഖലേശഃ സത്യം പുത്രാദഭിധനഭാജാം ഭീതിഃ സർവത്രൈഷാ വിഹിതാരീതിഃ. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം. ഹേ മൂഢ, നീ ധനാഗമതൃഷ്ണയെ ഉപേക്ഷിച്ചാലും അതിക്രമിച്ചാലും എന്ന് നേരത്തെ പറഞ്ഞു. ഇത് പറയുക എളുപ്പമാണ്, പക്ഷേ സാധിക്കുക വളരെ കഠിനതമമാണ്. കാരണം അർത്ഥത്തിലുള്ള ആഗ്രഹം മനുഷ്യന് വന്നു ചേരും. അതുകൊണ്ട് അർത്ഥത്തെക്കുറിച്ച് നിരൂപണം ചെയ്യാൻ പറയുകയാണിവിടെ. അർത്ഥമനർത്ഥം ഭാവയ നിത്യം. അർത്ഥം അനർത്ഥമാണെന്ന് ദിവസവും ഭാവന ചെയ്താലും. എങ്ങനെയാണ് ഈ ശ്ലോകത്തെ, ഈ വാക്യത്തെ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ അർത്ഥം പറയാം. അർത്ഥം പരമപുരുഷാർത്ഥമല്ല. അർത്ഥം അർത്ഥമല്ല. അർത്ഥിക്കത്തക്കതാണ് അർത്ഥം. അർത്ഥം അർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം സുഖപ്രാപ്തിക്കുള്ള ധർമാചരണത്തിനുള്ള ഉപാധിയാണ് അർത്ഥം. വ്യവഹാരസിദ്ധിക്ക് അർത്ഥം വേണം, പക്ഷേ അർത്ഥം നേടുക എന്നുള്ളത് ഒരിക്കലും ലക്ഷ്യമല്ല. മറ്റ് ലക്ഷ്യത്തിലേക്കുള്ള മാർഗം, അതിലാണ് അർത്ഥം. മാർഗതലത്തിലെ അർത്ഥത്തെ കാണാൻ ഒക്കും.
ധനം ഉപയോഗിച്ച് സുഖം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖപ്രാപ്തിക്കുള്ള ഉപാധിയാണ് അർത്ഥം. അവിടെ അർത്ഥത്തെ നേടാൻ മാത്രം ആഗ്രഹിക്കുന്നവന് സുഖം ഉണ്ടാവില്ല, അർത്ഥവും ഉണ്ടാവില്ല. ലോകത്തിൽ അങ്ങനെ കാണാറുണ്ട്. ചിലർ തീർത്തും അർത്ഥകാമന്മാരായിട്ട് പണം സമ്പാദിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതാവും. എന്തിനാ അർത്ഥം സമ്പാദിക്കുന്നേ? അത് നല്ല ഭക്ഷണം കഴിക്കാനാ. എന്നാൽ ഇപ്പോൾ കഴിച്ചൂടെ? കഴിക്കില്ല. അവസാനം വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിൽ രോഗഗ്രസ്തരായി, അതേസമയത്ത് ധാരാളം കുന്നുകൂട്ടി വെച്ച ധനവും ഉണ്ടാവും. ജീവിതം ഒരു സുഖാനുഭവവും ഇല്ലാതെ പോകും. അതുകൊണ്ട് അർത്ഥം ഒരിക്കലും പരമപുരുഷാർത്ഥമല്ല. അർത്ഥം ആവശ്യമാണ് മനുഷ്യജീവിതത്തിൽ. കാമപ്രാപ്തിക്ക് അർത്ഥം ആവശ്യമാണ്. അതിൽ കവിഞ്ഞ അർത്ഥത്തിനർത്ഥമില്ല. അർത്ഥം ഒരിക്കലും പരമപുരുഷാർത്ഥമല്ല. പരമപുരുഷാർത്ഥം മോക്ഷമാണ്. ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു താത്പര്യം, തീർത്തും അർത്ഥകാമന്മാരായി ധനം വേണം എന്നുള്ള അത്യാഗ്രഹത്താൽ ബദ്ധരായി കഴിയുന്നവരുണ്ട്. അവർക്ക് ലോകമില്ല, മറ്റൊന്നില്ല, ജീവിതമില്ല, പത്നിയില്ല, പതിയില്ല, ഒന്നുമില്ല. പണം മാത്രം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. അവരാണ് അർത്ഥപരന്മാർ. വാൽമീകി രാമായണത്തിൽ ഞാൻ അർത്ഥപരനല്ല എന്ന രാമൻ്റെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അർത്ഥപരന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊന്നും പ്രസക്തമല്ല, വെറും പണം മാത്രമാണ് അവരുടെ ലോകം. അങ്ങനെയുള്ളവർ അർത്ഥത്തിലൂടെ എന്താ നേടുന്നത്? അനർത്ഥമാണ്, ദുഃഖമാണ്, ക്ലേശമാണ്. അവർക്ക് ആരെയും വിശ്വാസം ഉണ്ടാവില്ല. അവർക്ക് എല്ലാവരിൽ നിന്നും ഭയമായിരിക്കും. അയാൾ എൻ്റെ പണം കൊണ്ടുപോകും, ഇയാൾ എൻ്റെ പണം കൊണ്ടുപോകും, അയാൾ പണം ചോദിക്കുമോ, ഇയാൾ പണം ചോദിക്കുമോ, സദാ അയാൾക്ക് ഭയമായിരിക്കും. അപ്പം അങ്ങനെയുള്ള അർത്ഥപരന്മാരെ സംബന്ധിച്ച് അർത്ഥം അനർത്ഥമാണ്, അപകടകരമാണ്. വിവേകികളെ സംബന്ധിച്ച് അർത്ഥമല്ല, പരമപുരുഷാർത്ഥമല്ല. ഈ പറഞ്ഞതിനെ വ്യവഹാരസിദ്ധിക്ക് ധനം വേണ്ടെന്നാരും വ്യാഖ്യാനിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അർത്ഥമനർത്ഥം ഭാവയ നിത്യം. വ്യവഹാരതലത്തിലാണ് ധനം പ്രസക്തമാകുന്നത്. അതിൽ കവിഞ്ഞതിന് പ്രസക്തിയില്ല. വ്യവഹാരസിദ്ധിക്ക് ഉപകരിക്കില്ലെങ്കിൽ ഇന്ന് അർത്ഥമെന്ന് പറയുന്നത് അർത്ഥമാവില്ല നാളെ എന്ന് മാത്രമല്ല, അനർത്ഥമായിരിക്കും. കറൻസി നോട്ട് ഉദാഹരണമെടുക്കാം. 1000 രൂപയുടെ കറൻസി നോട്ട് കൈവശം വെച്ചവർ വളരെ സന്തോഷിച്ചു, എനിക്കിത്ര പണമുണ്ടെന്ന്. അത് മൂല്യമില്ലാത്തതായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം, നിശ്ചിത കാലത്തിന് ശേഷം അത് കൈവശം വെച്ചാലോ അതിന് യാതൊരു വിലയും ഇല്ലയെന്ന് മാത്രമല്ല, അത് കൈവശം വയ്ക്കുന്നത് ഭയഹേതുവാണ്. ചിന്തിക്കുക. അതിന് വ്യവഹാരസിദ്ധിക്ക് മാത്രമാണ് ധനം. ഇത് ഭാവന ചെയ്യൂ എന്ന് പറയുകയാണ്. അർത്ഥമനർത്ഥം ഭാവയ നിത്യം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ദുർവാസാവ് കോപം കൊണ്ട് ശപിക്കാൻ ഒരുങ്ങിയപ്പോഴും ദൃഢനിശ്ചയനായി അംബരീഷ രാജാവ് നിന്നു. ഭക്തന്റെ മനസ്സുറപ്പാണ് അംബരീഷിൽ പ്രകടമായത്. ഈശ്വരഭക്തി പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കരുത്ത് പകരുന്നു. ഭാഗവത കഥാസന്ദർഭത്തിലൂടെ ഇതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആർക്ക് കോപം വന്നാലും അവർ പറയുന്ന വാക്കുകൾ അവർക്ക് പോലും ചിലപ്പം ബോധം ഉണ്ടാകില്ല. എന്താ പറയുന്നതെന്ന് നമുക്കാർക്കും ഒരു ബോധവും ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അങ്ങ് പോയി, കൈവിട്ടു പോയി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ കൈവിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആരെയൊന്നു ദുർവാസാവ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ട് ഭാഗവതം അവതരിപ്പിക്കുകയാണ്. കോപം കൊണ്ട് ശപിക്കരുത് ആരും ഭഗവന്മയമെന്നോർക്ക സമസ്തം എന്നുള്ള കാര്യം ഭക്തന്മാർ അടിവരയിട്ട് ചിന്തിച്ചോണം. ആരെയും ശപിക്കരുത് കോപം കൊണ്ട്. എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്? ഭഗവത്മയമാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കടക്കാം. നമ്മുടെ ദുർവാസാവിൻ്റെ കോപം കൊണ്ടുള്ള വാക്കുകളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് കോപം വരുമ്പോഴും ശാന്തരായിരിക്കുമ്പോൾ അതൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണമെന്നാണ് ഭാഗവതം ഓർമ്മപ്പെടുത്തുന്നത്.
ദുർവാസാവിന് കോപം വന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ഇതിനകത്ത് പകർത്തി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ശാന്തരായിരുന്നപ്പോൾ അതൊക്കെ ചിന്തിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ദുർവാസാവിൻ്റെ കോപത്താൽ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചോ നിങ്ങളും അതേപോലെ കോപത്താൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മയെ വയ്ക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മവ്യതിക്രമം വിഷ്ണോരഭക്തസ്യ ഈശമാനിന. പറയുകയാണ്, ഈശമാനിന, ഈശ്വരനെന്ന് അഭിമാനിക്കുന്നവൻ, അവനെയാണ് ഈശമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അഭിമാനം മാത്രമേ ഉള്ളൂ, അയാളിൽ അതിനുള്ള ഗുണഗണങ്ങളൊന്നും ഇല്ല. ഈശ്വരൻ എന്നൊരാൾ വിചാരം ചെയ്യുന്നു, പക്ഷേ ഈശ്വരൻ്റെ ഗുണങ്ങളൊന്നും അയാളിൽ ഇല്ല എന്നർത്ഥം. അഭിമാനിക്കുന്നു. ശ്രിയ ഉന്മത്തസ്യ, ഐശ്വര്യം കൊണ്ട് ഉന്മതിച്ചവൻ. ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ട് മതോന്മത്തനായി തീരുന്ന ആളുകളുണ്ട്, മതിമറന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. ഐശ്വര്യത്തിൽ മതിമറന്നവനെന്നർത്ഥം. പിന്നെയോ വിഷ്ണു അഭക്തസ്യ, വിഷ്ണു ഭക്തനല്ലാത്തവൻ. നോക്കണേ, രാജാവിനെ പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത്? വിഷ്ണു ഭക്തൻ അല്ലാത്തവൻ. ഉത്തമനായ വിഷ്ണു ഭക്തൻ എന്ന് ഭാഗവതം ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് വന്നത്, ഇത്രയും നേരം പറഞ്ഞു വന്നത് അത്രയും ഉത്തമ ഭക്തൻ എന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ദുർവാസാവിൻ്റെ ക്രോധ കൊണ്ട്, കോപാധിക്യം കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണ്? ഒന്നാമത്തെ വാക്ക് ഈശ്വരനെന്ന് അഭിമാനിക്കുന്നവനാണ് ഈ രാജാവ്. രണ്ടാമത്തതോ ശ്രീയാ ഉന്മത്തസ്യ, ഐശ്വര്യത്താൽ ഉന്മതിച്ചവനാണ് ഈ രാജാവ്. ഇതൊന്നുമല്ല ഭാഗവതത്തിൽ മുമ്പ് പറഞ്ഞതെന്ന് ഓർക്കണം. പിന്നെ വിഷ്ണു ഭക്തസ്യ, വിഷ്ണു ഭക്തനേ അല്ല, ഇവൻ ഒരിക്കലും വിഷ്ണു ഭക്തനല്ല. പിന്നെയോ നൃശംസസ്യ, ഇവനോ തികഞ്ഞ ക്രൂര സ്വഭാവമുള്ളവനാണ്. നോക്കണേ, കോപം വന്നാൽ എന്തൊക്കെയാണ് ആരോപിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി ധരിച്ചു വയ്ക്കണം. അതുകൊണ്ട് ക്രോധത്തെ നിയന്ത്രിക്കണമെന്നർത്ഥം. ക്രൂര സ്വഭാവനുമായ അസ്യ, ഇവൻ്റെ ധർമ്മവ്യതിക്രമം, ധർമ്മ അതിക്രമത്തെ, ധർമ്മമില്ലാത്തവനാണ്, അധർമ്മമാർഗിയാണ്, ധർമ്മത്തെ അതിക്രമിച്ചവനാണിവന്. അങ്ങനെയുള്ളവൻ്റെ പശ്യതാഹു, നോക്കുക ലോകരെ, നിങ്ങളെല്ലാവരും നോക്കിക്കോളൂ, എന്തൊരു കഷ്ടമാണ് ജനങ്ങളെ, എന്തൊരു അന്യായമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ അന്യായ പ്രവൃത്തിയാണ് ഞാനീ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? ഐശ്വര്യാധിക്യം നിമിത്തം ഇവൻ ഉന്മതിച്ചവനാണ്. പിന്നെയോ ഈശ്വരനെന്ന അഭിമാനം കലശലായിട്ടുള്ളതുകൊണ്ട് ഇവൻ എന്തു പറ്റി? വിഷ്ണുഭക്തി ഇല്ലാത്തവനാണ്. അതിനാൽ കർത്തവ്യമേത് അകർത്തവ്യമേതെന്നുള്ള പ്രവൃത്തിയെക്കുറിച്ച് തീരെ ഇല്ലാത്തതുകൊണ്ട് ഇവൻ ക്രൂര സ്വഭാവത്തോട് കൂടിയവനാണ്. പിന്നെയോ ഞാൻ സ്വതന്ത്രനാണ് എന്നുള്ള അഭിമാനം കൊണ്ട് ധർമ്മത്തെ അതിക്രമിച്ചവനെന്ന് നേരത്തെ പറഞ്ഞു. ധർമ്മത്തെപ്പറ്റി തെറ്റി നടക്കാൻ ധൈര്യമുള്ളവനാണ്. അപ്പോൾ ഇവൻ അതിക്രൂരനല്ലേ ഭക്തജനങ്ങളെ, അതിക്രൂരനാണ് എന്ന് ദുർവാസാവ് നമ്മളോട് പറയുകയാണ്. എന്നിട്ടോ യോ മാം അതിഥി മായാന്ത ആദിത്യേന നിമന്ത്രച അദത്വാ ഭുക്തവാൻ തസ്യ സദ്യസ്തേ ദർശേ ഫലം. പറയാണ്, ചെയ്തത് എന്തൊരു അക്രമമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? ഏതൊരുവൻ ആയാന്തം അതിഥി മാം, വന്നു ചേർന്നിരിക്കുന്ന അതിഥിയായിരിക്കുന്ന മാം, എന്നെ എന്തു ചെയ്തില്ല? ആദിത്യേന നിമന്ത്രയ, അതിഥി സൽക്കാരം സ്വീകരിക്കുന്നവനായിട്ട്, അതിഥിയെ സൽക്കരിക്കണമെന്ന് ക്ഷണിച്ചിട്ട്, എന്നെ അതിഥിയായിട്ട് സൽക്കരിക്കാൻ ക്ഷണിച്ചിട്ട് എന്തു ചെയ്തിരിക്കുന്നു? അതത്വ, ദാനം ചെയ്യാതെ ഭുക്തവാൻ, സ്വയം പാരണ വീട്ടി ഭുക്തവാൻ, ജലപാനം ചെയ്തത് ഭക്ഷണം കഴിച്ചതിന് തുല്യമല്ലേ, അവനങ്ങനെ ഭുജിച്ചിരിക്കുന്നു. തസ്യതേ, ആ നിനക്ക് സദ്യ, ഉടനെ തന്നെ ഫലം ദർശയ, ഫലം ഞാൻ കാട്ടിത്തരാം. എടാ ദുഷ്ട, നീ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അതിഥിയായിട്ട് വന്നു. ആ അതിഥിയായിട്ട് വന്നിട്ട് നീ പറഞ്ഞ് അങ്ങക്ക് എന്താ വേണ്ടത് അതെല്ലാം ഞാൻ നൽകാം എന്നെല്ലാം പറഞ്ഞ് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നീ സ്വയം എന്ത് ചെയ്ത് പാരണ വീട്ടിയിട്ട് ഉച്ഛിഷ്ടമാണോ നീ എനിക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ ദുർവാസാവ് അതിക്രൂരമായ ശബ്ദത്തിൽ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. നോക്കുക, അംബരീഷനെക്കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞതൊന്നുമല്ല കോപാവിഷ്ടനായ ദുർവാസാവ് പറയുന്നത്.
അത്യന്തം ഇന്ദ്രിയങ്ങളെ ജയിച്ച ഭക്തനാണ് അംബരീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദുർവാസാവ് പറയുന്ന ഇവൻ അക്രൂരനാണ്. ഭക്തി വിഷ്ണുഭക്തി ലേശമില്ല. എന്തുകൊണ്ട്? ശരീരത്തിൽ ഈ ഞാൻ വിഷ്ണുവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശരീരാഭിമാനി ആയതുകൊണ്ട് ഇവന് വിഷ്ണുഭക്തി ലേശമില്ല. പിന്നെ അതിഥിയായിട്ട് വന്ന ആൾക്ക് ഭക്ഷണാദികൾ കൊടുക്കാത്തതുകൊണ്ട് ഇവൻ ക്രൂരനുമാണ്. അപ്പം ഇങ്ങനെ വിഷ്ണു ഭഗവാന്റെ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്ന സുദർശന ചക്രത്തെപ്പോലും കൊടുത്ത ഭക്തനെ എന്ത് ചെയ്തു? ദുർവാസാവെന്ന് പറയുന്ന മഹർഷി വന്നിട്ട് ഒരു ദയയുമില്ലാതെ നോക്കി എന്തെല്ലാം വാക്കുകൾ കൊണ്ടാണ് ക്രൂരമായി പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലുള്ള ദുർവാസാക്കളുടെ ലോകം തന്നെയാണ് ഇപ്പോഴത്തെ ലോകം. അവരെന്ത് പറയുന്നു സജ്ജനങ്ങളെ നോക്കി എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. സജ്ജനങ്ങളായിരിക്കുന്നവരെന്ത് ചെയ്യണം? അത് സംയമനത്തോടുകൂടി കേൾക്കുക എന്നല്ലാണ്ട് പ്രതികരിക്കാണ്ടിരിക്കുന്നതാണ് അത്യുത്തമം. ദുർവാസാവ് അന്ന് മാത്രമല്ല ഇന്നും ഉണ്ടെന്നുള്ള കാര്യം ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയ.